വണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഷേപ്പ് ആക്കി എടുക്കാനും സഹായിക്കുന്ന ഒരു യോഗയാണ് സർവാംഗ പുഷ്ടി ആസനം. ഞാൻ മുന്നേ തന്നെ സർവാംഗ പുഷ്ടി ആസനത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിൽ പലരും പറഞ്ഞു വീഡിയോ അത്ര ക്ലിയർ അല്ല, ഫുൾ സ്ക്രീനിൽ ചെയ്താലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ സർവാംഗ പുഷ്ടി ആസനം എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബോഡി ടോൺ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു യോഗയായിട്ടുള്ള സർവാംഗ പുഷ്ടി ആസനം എങ്ങനെയാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുട്ട് മടക്കാതെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ഒരുപാട് നടു ബെൻഡ് ചെയ്യാതെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സർവാംഗ പുഷ്ടി ആസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. നമ്മൾ ആദ്യം കൈ എങ്ങനെ വെക്കണം എന്നുള്ളതാണ്. നമ്മൾ കൈ ഫിസ്റ്റ് മുഷ്ടി ചുരുട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പൊ കൈ നമ്മൾ ഇതുപോലെ തമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് 4 വിരലും അതിനെ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കൈ വെക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കൈ നമ്മൾ മുന്നിൽ വെക്കുക, ലെഫ്റ്റോ റൈറ്റോ. ഇടത് കൈയാണ് മുന്നിൽ വെക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തിരിയുന്ന ഇടത്തെ ഭാഗത്തേക്കായിരിക്കും. വലത് കൈയാണ് ഞാൻ മുന്നിൽ വെക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം വലത്തെ ഭാഗത്തേക്കായിരിക്കും എൻ്റെ ബോഡി ട്വിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏതൊരു പോസ്റ്റർ ആയാലും, സ്റ്റാൻഡിങ് പോസ്റ്റർ ആണെങ്കിൽ നമ്മൾ യോഗയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥിതി നമ്മൾ താടാസനം, നമ്മൾ ഇങ്ങനെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ പൊസിഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇപ്പൊ സർവാംഗ പുഷ്ടി ആസനത്തില് നമ്മളെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കാല് ഫീറ്റ് വൈഡ് ആക്കി വെക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ്, ഒരു 3 ഫീറ്റെങ്കിലും നിങ്ങൾ വിട്ട് വെക്കാം. കംഫർട്ടബിൾ ആവുന്ന അത്രയും സ്പേസിൽ നിങ്ങളുടെ കാല് അകത്തി വെക്കുക. ബാലൻസ് ആയിട്ടിരിക്കണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ കീപ്പ് ചെയ്യാം. ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൈ വെക്കുന്ന ഒരു കാര്യം. പിന്നെ തെറ്റ് വരാൻ പോകുന്നത്, നമ്മൾ കുനിയുന്ന സമയത്ത് നമ്മൾ നടു ഇങ്ങനെ കുനിയാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹിപ്പ് ജോയിന്റിന്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ കുനിയണം എന്നാണ്. ഞാൻ കാണിക്കാം. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുവാണെങ്കിൽ ഹിപ്പിന്റെ അവിടെ നിന്ന് സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ വളയുന്നതിന് പകരം നമ്മൾ ഹിപ്പ് ജോയിന്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വളയാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ 2 പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ബിഗിനർ ആയിട്ട് ചെയ്യുന്ന ആൾക്ക് ചിലപ്പം താഴെ വരെ കൈ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അത് കുഴപ്പമില്ല. ബിഗിനേഴ്സിന് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. അപ്പൊ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് സർവാംഗ പുഷ്ടി ആസനം, അതിന്റെ രീതിയിൽ ചെയ്യേണ്ട എങ്ങനെയാണെന്നാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തിങ് ആണ്. അപ്പൊ നമ്മൾ ചെസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത്, അപ്പൊ ഈ ഒരു പോസ്റ്ററിൽ നിൽക്കുമ്പോൾ നമ്മൾ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. പിന്നെ നമ്മൾ താഴേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശ്വാസം വിടേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈ ഉയർത്തുന്ന സമയത്ത് മുട്ട് മടങ്ങാതെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ കൈ നിവർത്തിയിട്ട് മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനായിട്ടുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു തവണ സർവാംഗ പുഷ്ടി ആസനം ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ആദ്യം റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ റൈറ്റ് ഫിസ്റ്റ് ആണ് ഞാൻ മുന്നിൽ വെക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ബ്രീത്ത് എടുക്കുകയാണ്, ഇൻഹെയിൽ ചെയ്യാണ്. എന്നിട്ട് നമ്മളെ ബോഡി കുറച്ചൊന്ന് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യണം. ഇവിടെ വരുമ്പോൾ നമ്മൾ കൈ ചേഞ്ച് ചെയ്യണം. ഇത് നമുക്ക് ഡൈനാമിക് ആയിട്ട് ചെയ്യാം. ഇത് ശരിക്കും ഒരു ക്രിയയാണ്. അപ്പൊ നമ്മൾ ഡൈനാമിക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ നടുവിൽ വന്ന് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാം. ഞാൻ ഡൈനാമിക് ആയിട്ട് ചെയ്യുന്നത് കൂടി കാണിക്കാം. എന്നിട്ട് ഞാൻ ബിഗിനേഴ്സിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഡൈനാമിക് ആയിട്ട് ഒരു ക്രിയ ആയിട്ട് തന്നെ ചെയ്യുകയാണ്. അപ്പം ഞാൻ നടുവിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മോഷനിൽ തന്നെ ഫുള്ളി ചെയ്ത് പോകാനായിട്ട് നോക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതൊരു ക്രിയ ആയിട്ട് ഡൈനാമിക് ആയിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങളൊരു എക്സ്പേർട്ട് ആയെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതൊരു ഫുൾ ബോഡി നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. നിങ്ങളുടെ പോസ്ചർ കറക്റ്റാണ്, നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ.
ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ബിഗിനേഴ്സ്, അതായത് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള യോഗയൊക്കെ ചെയ്ത് തുടങ്ങുന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ താഴെ വരെ പോകാനും ഡൈനാമിക് ആയിട്ട് ചെയ്യാനും ഒക്കെ പ്രയാസമായിരിക്കും. ഇപ്പം നോക്കൂ, ഞാൻ ആംഗിളിൻ്റെ അവിടെ വരെ എത്തിക്കണമെന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ദൂരം കൈ കൊണ്ടുപോയാൽ മതി. നട്ടിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഓരോ ദിവസം ചെയ്ത് കഴിയും തോറും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായി വരുന്ന പോലെ തോന്നും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, പറ്റുന്ന അത്രയും ദൂരം പോകാനായിട്ട് ശ്രദ്ധിക്കാം. അത് മാത്രം മതി, അധികം ഫോഴ്സ് ചെയ്യേണ്ട. ഇപ്പം നോക്കൂ, ഞാൻ ആംഗിളിൻ്റെ അവിടെ വരെ എൻ്റെ കൈ കൊണ്ടുപോകുന്നില്ല. അപ്പം അങ്ങനെ വരെ പോയാലും മതി. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ മെച്ചപ്പെട്ട് വരും. പിന്നെ നിങ്ങൾക്ക് നടുവിൽ നിന്ന് പിന്നിലേക്ക് ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതും നിങ്ങൾ ചെയ്തോണമെന്നില്ല. അത് നമ്മുടെ കോർ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടാണ് കുറച്ചൊന്ന് ബാക്കിലേക്കായിട്ട് ബെൻഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ സർവാംഗ പുഷ്ടിയാസനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ബാക്കിലേക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും കോർ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ. അപ്പം അങ്ങനെ ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബെൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. എന്നിട്ട് കുറച്ചായിട്ട് ഇമ്പ്രൂവ് ആയി വരുന്ന സമയത്ത് സർവാംഗ പുഷ്ടിയാസനം ഞാൻ ആദ്യം ചെയ്ത പോലെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഡിസ്കിന് പ്രശ്നമുള്ളവരൊന്നും ഇത് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും എന്തെങ്കിലും ഒരു വാമപ്പ് എക്സസൈസും ലൂസനിങ് എക്സസൈസ് അതൊക്കെ ചെയ്തിട്ടുണ്ടാവണം. നേരെ പോയിട്ട് നമ്മൾ ഇത് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മസിലൊക്കെ പിടിക്കും. കാരണം നമ്മൾക്കൊരു വാമപ്പ് ആവശ്യമാണ്. ഇത് നമ്മൾ ഫുൾ ബോഡി ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാമപ്പ് ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ്. പിന്നെ ഈ യോഗ ആർക്കൊക്കെ ചെയ്തുകൂടാന്നുള്ളത് പ്രധാനമാണ് കേട്ടോ. BP കൂടുതലുള്ള ആൾക്കാർ, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത്, റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഹെർണിയ അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരോ, ഡിസ്ക് ബൾജോ നട്ടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ, മുട്ടുവേദന ഉള്ളവരൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആർക്കൊക്കെ ചെയ്യാന്നുള്ളവര് വണ്ണമുള്ള ആളുകൾ, തടി കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യോഗ ചെയ്യാം. ഇത് ശരിക്കും നമ്മളൊരു സ്ഥൂല വ്യായാമം എന്ന് പറയും യോഗയില്. അതായത് ഒബിസിറ്റിക്ക് ഉള്ളൊരു യോഗ തന്നെയാണിത്. ഒരു ക്രിയയാണ് ഈ സർവാംഗ പുഷ്ടിയാസനം. ഇതിന് പല വേരിയേഷൻസ് ഉണ്ട്. ഇത് ഞാൻ നിന്നിട്ടുള്ള ഒരു ക്രിയയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഡൈനാമിക് ആയിട്ട് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ടും പല വേരിയേഷൻസ് ഉണ്ട്. ഓരോ സ്കൂൾ ഓഫ് യോഗ അനുസരിച്ച് ഇത് പഠിപ്പിക്കുന്നതിലൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. പിന്നെ ഇത് ഇരുന്നിട്ടും ഇതിന്റെ ഒരു വേരിയേഷൻ ഉണ്ട്. അത് എൻ്റെ ഒരു ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് യോഗാസനമാണ് ഇത്. ഇതിന്റെ തന്നെ ഇരുന്നിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതും നമുക്ക് ഫുൾ ബോഡി നമുക്കൊരു ഇഫക്റ്റ് കിട്ടുന്ന ഒരു യോഗയാണ് ഈ സർവാംഗ പുഷ്ടിയാസനത്തിന്റെ ഇരുന്നിട്ടുള്ള വേരിയേഷൻ ആണെങ്കിലും. ഇപ്പൊ നിന്നിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് അറിയാം ഇത് നമ്മളുടെ എല്ലാ മസിൽസിനെയും എൻഗേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ വളരെ പതുക്കെ കൺട്രോൾഡ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇനി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ മുന്നേ തന്നെ സർവാംഗ പുഷ്ടിയാസനത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റും കൊടുത്തിരിക്കാം. വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. മറ്റേതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്